അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയം മുരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണു പോയാൽ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു കിട്ടുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസിന്റെ മുകളിലൊക്കെ നമ്മളെല്ലാം നിൽക്കുന്നു. ഇപ്പൊ കക്കയം ഡാമിന്റെ ഉള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞേ പോവട്ടാ. മുരക്കുഴി വെള്ളച്ചാട്ടം. അങ്ങനെ ഊരക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ സമീപത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അത്ര നാച്ചുറലായിട്ട് വേറെ ഉണ്ടാവില്ല. ഇപ്പൊ കക്കയം ഡാമിന്റെ ഉള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞേ പോവട്ടാ. അങ്ങോട്ട് പോവട്ടാ. അപ്പൊ ഇവിടെ കൊറേ കുരങ്ങന്മാരുണ്ട്, വലുതുണ്ട്, ഒരു ചെറുതുണ്ട്. കണ്ടില്ലേ കുരങ്ങന്മാരെ കൂട്ടം. ചെറിയൊരു കുരങ്ങനെ ആകണം. ഇതാണോ പോരാ, ചെറിയൊരു കുട്ടി കൊണ്ടാ. കണ്ടില്ലേ ചെറിയൊരു കുരങ്ങുട്ടി. ഇതെവിടെ ഇതാണോ ചെറിയ കുട്ടികളുണ്ട്. അങ്ങനെ പോവാണ്. ഊരക്കുഴി വെള്ളച്ചാട്ടം. അങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. ഇതാ കല്ലുകൾ പാകിയ വഴിയിലൂടെ അല്ലേ, കരിങ്കല്ലുകൾ പാകിയ എന്താ വഴികളുടെ വെള്ളച്ചാട്ടം പ്രതീക്ഷിച്ച് പോവാണ്. അങ്ങനെ ഊരക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ സമീപത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം കേൾക്കുന്നുണ്ട്. അല്ല വെള്ളമല്ല, ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മള് നോക്കുക ഏതാണ്. ഇനി കുറച്ചും കൂടി പോയാൽ മതി. ഇതങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ ഓരോരോ ലക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ശബ്ദങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം ഉണ്ടാന്ന് അറിയില്ല. നമുക്ക് നോക്കുക. ബോർഡ് എന്തെങ്കിലും പ്രവേശനമില്ല എന്നുള്ള ബോർഡ് എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കുക. അപ്പൊ ഇതാണ് വെള്ളച്ചാട്ടം. ഇത് കക്കയം ഡാമിന്റെ ഉള്ളിലാണ് കേട്ടാ. അത് ഷട്ടറിന്റെ മുമ്പുള്ള ഇതാണ് വെള്ളച്ചാട്ടം. ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ. ഇത് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാ. അതൊരു നല്ലൊരു ഐഡിയ കേട്ടത്. നാച്ചുറൽ ഡ്രിങ്ക് അത് കുടിച്ചാലുള്ള കോപ്പ. അപ്പൊ കക്കയം ഡാമിന്റെ കുടിവെള്ളം കണ്ടോളി. നാച്ചുറലായിട്ടേ ആ ഒരു വെള്ളത്തിൽ നിന്ന് വരേണ്ട വെള്ളം നമുക്ക് ഇങ്ങനെ നല്ല ഫ്രഷായി കുടിക്കാം. മലപ്പുറം അപ്പൊ ഇങ്ങനെ നല്ല തണുത്ത വെള്ളം ഇങ്ങനെ. അത് ഇതിന്റെ അത്ര നാച്ചുറലായിട്ട് വേറെ ഉണ്ടാവില്ല. അതിന്ന് വെള്ളം നേരെ വരിക, ഔട്ടായി വരല്ലേ വെള്ളം. നല്ല തണുപ്പ് ഉണ്ടല്ലേ, നല്ല വെള്ളം കുടിക്കാം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ പറയാറാ. ഞാനിപ്പോ കക്കയം ഡാമിന്റെ ഉള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്താട്ടാ. കണ്ടില്ലേ ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത ഉണ്ട്, നമുക്ക് കുടിക്കാൻ പറ്റും. നല്ല തെളിനീരാണ്. കണ്ടില്ലേ, കുടിക്കേണ്ടതിന് ഒരു പ്രശ്നവും ഇല്ലട്ടാ. അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. എന്താ കുടിക്കണ്ടേ? നല്ല ശുദ്ധമായ വെള്ളം. ഒന്ന് വൈക്കോൽച്ചലുണ്ടാകാൻ ചാൻസ് ഉണ്ട് നല്ലതാ. ഒന്ന് നല്ല വെള്ളം. അതേപോലെ ഇതിൽ തന്നെ വരണ്ട ഇവിടെ ഒരു പൈപ്പും ഉണ്ട്. ഒന്ന് വേണമെങ്കിൽ കുപ്പിയിലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കുടിവെള്ളം എന്ന് പറഞ്ഞ ബോർഡ് തന്നെ വെച്ച് കണ്ടുള്ള പൈപ്പ് കണ്ടില്ലേ. അപ്പൊ നമ്മള് വെള്ളച്ചാട്ടം കാണാൻ പോയേക്കാം. അപ്പൊ നിങ്ങളെ കക്കയം ഡാമിന്റെ ഉള്ളിലുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് ഇങ്ങനെ പോവാട്ടാ. ഇതാണ് വെള്ളച്ചാട്ടം ഇങ്ങനെ തുടങ്ങേണ്ട സ്ഥലാണ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് വഴിയൊന്നും പ്രശ്നം ചേട്ടാ. നമ്മൾ നോക്കുക, നല്ല വ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
നമുക്ക് ഒരു ഗൈഡ് അവിടെ ഉണ്ട് കേട്ടാ. ഈ വെള്ളച്ചാട്ടത്തിന്റെ സുരക്ഷയ്ക്ക് ഇവിടെ ഒരു തൂക്കുപാലുണ്ട്, അതൊക്കെ ദ്രവിച്ച് പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി പോവാണ്. കണ്ടോളൂ, ആവു നല്ല ആയത്തില്ലാട്ടാ. ആ ഹൈഫാൻസ്, ഞാൻ സുലിയറ. ഞാനിപ്പോൾ ഉള്ളത് കക്കയം ഡാമിന്റെ ഉള്ളിലുള്ളൊരു വെള്ളച്ചാട്ടാ. കേട്ടേ, ഇതാണ് ആ വെള്ളച്ചാട്ടം, ഒരു ഭീകര വെള്ളച്ചാട്ടാ. അപ്പൊ ഞങ്ങളെ കക്കയം ഡാമിനുള്ള വെള്ളച്ചാട്ടാ. നമുക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞത് ഈ ഒരു ഇതാണ്, കണ്ടേ. അപ്പൊ ഇവിടെ കുളിക്കാൻ പറ്റും, കുളിക്കാനുള്ള സ്ഥലമൊക്കെ പറഞ്ഞു തരാണ്. പക്ഷെ ഈ ഏരിയ വെരി ഡേഞ്ചർ ആണ്, ഇങ്ങോട്ട് അടുപ്പിക്കില്ല. ഇവിടുന്ന് ഇങ്ങനെ കാണാന്നല്ലതാ. കുളിക്കാനുള്ള ചെറിയൊരു സ്ഥലം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സലോമി കക്കയം. സലോമി കക്കയം. എത്ര വർഷമായി? 20 വർഷമായി. 20 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. എക്കോ ടൂറിസം ഗൈഡുകളായിട്ട് 20 വർഷമായിട്ട് മൂപ്പരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും പരിചയസമ്പത്തായിരിക്കും ഈ ഒരു വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട് മൂപ്പർക്കുണ്ടാകുക. അത് നമ്മൾ കണ്ടില്ലേ, അത്രയും വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കാണുക. ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അതിന്റെ കാരണം കാര്യങ്ങളൊക്കെ മൂപ്പര് പറയേണ്ട വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. സലോമി കക്കയം എന്നാണ് മൂപ്പര് പേര്. ടൂറിസ്റ്റ് ഗൈഡാണ്. അപ്പൊ ഹൈ ഫ്രണ്ട്സ്, ഞാൻ സുലിയറ. ഞാൻ കക്കയം ഡാമിന്റെ ഉള്ളിലുള്ള വെള്ളച്ചാട്ടത്തിലാണ്. ഇതാ അവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ ഗൈഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കത് കേൾക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൾ പോയി കൂടെ വന്നയാൾ തിരിച്ചു പൊക്കോളൂ. കേരളത്തിലെ ഏക തരത്തിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇവിടെ അപകടങ്ങൾ സംഭവിക്കാതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഖാവ് രാജന്റെ ഓടി കൊണ്ടിട്ട ഫലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു. കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ. അന്നോട്ടാണ് ആളുകൾ ഈ പുഴയെല്ലാം കിടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞിക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്ഭാഗമാണ്. അങ്ങനെ കക്കയവും ഉരക്കുഴി വെള്ളത്തോടും പുറലോകം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോകുന്ന വരുമ്പോൾ കരിയത്തുമ്പാറ തോണിക്കടവനം കണ്ടോ? ആ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഒഴുകിപ്പോകുന്ന വെള്ളമായിരുന്നു. ഇതിന്റെ അടിഭാഗത്തൊരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യം എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഈ കക്കയ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്ത് എത്താനൊക്കെ ഉള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. അതാണ് വേറെ പ്രത്യേകത. പാറയുടെ പൊത്തിക്കൂടെയെല്ലാം പോകുന്ന വെള്ളം. ഈ പാറ ഉണ്ടാക്കി നമുക്ക് ആ പാലത്തെ ഇതിന്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടി തൂക്കുപാറ നിർമ്മിച്ചത് പൊട്ടിപ്പോവാൻ കാരണം 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ട് നിങ്ങൾ കണ്ട കക്ക അണക്കെട്ട് തുറന്നിട്ടു. ആ അണക്കെട്ടിലുള്ള കാട്ടിലെ മരവും കൂടി പാലം മൂടി മരത്തിന്റെ മുക്കാൽ ഭാഗത്ത് ഇവിടെ 3 അഗാധമായ വെള്ളത്തിട്ടായിരുന്നു. പിന്നെ കമ്പികളിലൊക്കെ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖത്താല പാറയുടെ മാത്രമല്ല, നെറ്റി, കല്ല്, മൂക്ക്, വായു, താടിച്ചേരി ഈ തള്ളി നിൽക്കുന്ന പാറ കണ്ടോ? ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിന്റെ സെന്ററാണ്. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി മാത്രമേ നിർത്തുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ കക്കയം ഡാമിന്റെ ഉള്ളിലുള്ള നമ്മളാ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇതവിടെ കണ്ടില്ലേ? അതൊക്കെ കണ്ട് അടുത്തിവിടെ കുളിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പൊ അങ്ങോട്ട് പോവാണ്. കണ്ടില്ലേ? ഈ പാറക്കെട്ടുകളൊക്കെ കടന്ന് വേണം റിസ്കി സ്ഥലത്ത് കൂടെ പോയിട്ട് വേണം നമുക്ക് കുളിക്കാനുള്ള പ്ലേസിലേക്ക് എത്താന്. അത്ര ഈസി ഒന്നല്ലട്ടാ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. ഇവിടെ വലിയ രീതിയിലുള്ള ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ്. കാട്ടുന്ന് വരേണ്ട നല്ല ശുദ്ധമായ വെള്ളമാണ് ഒഴുകി വരുന്നത്. കണ്ടില്ലേ? ഈ ഇതാണ് നമ്മുടെ കക്കയം ഡാമിന്റെ ആ ഒരു ഷട്ടർ തുറന്നാൽ
വെള്ളം ഒഴുകി പോകേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാകണോ വെള്ളത്തിൻ്റെ അടുത്തെത്തിട്ടാ. ഇതാണ് ഞാനിപ്പോൾ ഉള്ളത് കക്കയം ഡാമിൻ്റെ വെള്ളം ഒഴുകിയ എൻ്റെ സ്ഥലത്താട്ടാ. ഇതുണ്ടല്ലേ ഇവിടെ ഉള്ള മീനാളെ കണ്ടു കേട്ടാ. ക്ലിയർ ആവുക അറിയില്ല, വെള്ളം ഇളകി. ഒന്ന് വെയിറ്റ് ചെയ്യാം. അതാണ് കണ്ടങ്ങൾ അത് ക്ലിയർ ആവില്ല. അതാണ് കണ്ട ഒരു മീന ക്ലിയർ ആയി കാണുന്നില്ലല്ലോ, ക്യാമറ കിട്ടണില്ല. വേറെണ്ടാ കറുപ്പും മഞ്ഞും വരും. ഇതല്ലേ അതാ മീനെ കാണിച്ചു തരാം ഞാൻ കിട്ടുമെന്ന്. ക്യാമറ അത്ര ക്ലിയർ ഇല്ല കേട്ടാ, നമ്മളത് സാധാ ഫോണായതുകൊണ്ട്. അതായത് ഈ ഇതിന്റെ അടിയിലൊക്കെ മീനുണ്ട്, കാണുന്നുണ്ടാറില്ല. നല്ലതാ. അതാണ് ഇതല്ലേ ചെറിയ മീനാള്. ഇതാ ഇത് പോണ്ടാ ആ സെന്റർ കൂടെ ഇതാ കയറിയിരുന്നു. ഇതാ ഈ മീൻ ആരുണ്ടോല്ലേ ഇതിന്റെ പേരൊന്ന് കമന്റ് ചെയ്യാം. ഇതാ പോണോ കണ്ടില്ലേ, ഇതേതാ മീനെന്ന് ആരുണ്ടോല്ലേ ഒന്ന് കമന്റ് ചെയ്യാം. ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ കക്കയം പോയപ്പോതാ അട്ട കാലിന് കയറ്റൂട്ടാ. ഇവിടെ ഇവിടെ അത് കയറുന്നോ കണ്ടോളി അട്ട കാലിന് കയറി. അതാ നോട്ടെ. ഇത് വലുതായിട്ടില്ലല്ലേ. അട്ടണ്ട് അട്ടതാ കാൽമില് ഇതാ പറ്റി പിടിച്ചൊന്ന്. ഇതാ മൂപ്പര കടിച്ചു പിടിച്ചുമ്പോത്തിന് കടിച്ചാ അല്ല നാർത്തൊന്നല്ലേ പോയി ആ പോണ്ട്. ഇത് നടക്കുമ്പോ തട്ടാ, നടക്കുമ്പോ തട്ടാൻ പോവും. അത് നടക്കുമ്പോ ഇങ്ങാണ്ട് തട്ടാ. ഇത് കടിച്ച കഴിച്ചിലായി ചോര ചെറുതായിട്ട് ചോര ഇട്ടാ. ഇങ്ങണ്ടാ ഞാൻ വേണ്ട നോക്കിയാളി കാൽമേണ്ടാ നോക്കിയാളി. അത് പ്ലാസ്റ്റിക് മേലെ തോണ്ടിയാ മതി. ഇവിടെ അതിങ്ങ നടന്നിങ്ങ വരുന്നുള്ളൂ. ഇതാ കിട്ടി നമ്മളെ കാൽമേലോട്. എന്റെ കാൽമേതാ അതാ അറിയാം. അത് കുടിച്ചോണോ അപ്പൊ ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഇവിടുത്തെ ഇതില്ലേ സെക്യൂരിറ്റി ഗേഡ് മൂപ്പര് എന്താ നമ്മക്ക് എന്തോ സാധനം കാണിച്ചു തരാറുണ്ട്. എന്താ ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൂര്യാറാ. ഞാനിപ്പോ ഉള്ളത് കക്കയം ഡാമിനുള്ളിലുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിലാട്ടാ. പണ്ടില്ലേ ഓരോ സ്ഥലത്തും നല്ല നല്ല സ്റ്റാഫുകളെ വെച്ചാലുള്ള ഉപകാരം കണ്ടോളി. ഇപ്പൊ നമ്മക്കൊന്നും അറിയാത്ത ഒരു ഫോട്ടോഷൂട്ടാണ് മൂപ്പര്. ഇപ്പൊ മൂപ്പരന്നെ ക്യാമറയിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാണ്. കണ്ടോളി മൂപ്പരെടുത്ത് തന്നെ ഫോട്ടോ എന്താ മനസ്സിലായ? നമ്മൾ നോക്കുമ്പോ ഈ ഒരു ഇതിന മുഖാമുഖമായിട്ടൊരു ഫോട്ടോ. പക്ഷെ ഇതില് വേറൊരു സംഗതി ഉണ്ട്. കണ്ടോളി ആളുകൾ ഇങ്ങനെ വന്ന് എടുത്തു കൊടുക്കണേ. കണ്ടില്ലേ അവിടെ ഒരു പാറ കണ്ട, ഒരു മനുഷ്യരൂപത്തിലുള്ള പാറ. ഇപ്പൊ ഈ ഫോട്ടോ എടുക്കുന്നതേ ആ മനുഷ്യരൂപത്തിലുള്ള ഫോട്ടോത്തിന് മുഖാമുഖം നോക്കിക്കാണ്ടാണ് ആ ഫോട്ടോ എടുക്കുമ്പോ കിട്ടുന്നത്. ഇത് കാണിച്ചു കൊടുക്കണോ? ഇതാ ഇതണ്ടില്ലേ വെള്ളം ഇങ്ങനെ പോയി വന്ന പൊത്തുകളാണ്. ഇതുപോലുള്ള പൊത്തുകളാണ് ഇതിന്റെ ആ ഒരു എൻഡിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അവിടേക്ക് ആളുകൾ വീണാല് പിന്നെ തിരിച്ചു കിട്ടില്ല എന്ന് പറയാൻ കാരണം. ഇതുപോലെ കറങ്ങി തിരിഞ്ഞ് ആണ് ഇതിനുള്ള വെള്ളം ഒലിച്ചു പോകുന്നത്. അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല സ്റ്റാഫുകളെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ വന്നാലേ ആളുകൾക്ക് ഉപകാരപ്രദമായ കുറെ അറിവും കിട്ടും. അതുപോലെ തന്നെ നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളും വിവരങ്ങളൊക്കെ ലഭ്യമാക്കാൻ നിൽക്കും. മൂപ്പരെ പേര് ഞാൻ ചോദിച്ചിന് മറന്നിട്ടാ. വേറൊരു വീഡിയോസിൽ സംഗതി ഉണ്ട്. ഏകദേശം 20 വർഷത്തിലേറെ ഇവിടെ ഡ്യൂട്ടി എടുത്ത് പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ വേറൊരു വീഡിയോസിൽ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മൂപ്പരൊപ്പം നിന്ന് ഒരു ഫോട്ടോസൊക്കെ ആളുകൾ എടുക്കുന്നുണ്ടാ.